ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്ക്, നല്ല രുചിയാണ്. അപ്പം അതിനായിട്ടൊരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ, അതായത് അരമുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് ആയി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി വറുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇന്നലെയും ഞാൻ അരിപ്പൊടി റെസിപ്പി തന്നെ ഇട്ടത്, ഇത് വേറെ ഐറ്റാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പത്തിരിക്ക് വാട്ടുന്ന പോലെ ഒന്ന് വാട്ടി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. എന്തെങ്കിലാണ് ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതാ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയ ശേഷമാണ് കുഴച്ചെടുക്കുന്നത്. ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ച് പത്തിരിക്ക് കുഴക്കണ പോലെ അത്ര കണ്ട് കുഴക്കണ്ട, ഇതിൻ്റെ 1/4 ഭാഗം ആക്കി കുഴച്ചാൽ മതി. അപ്പോൾ അതാ ഇങ്ങനെ ആക്കി കിട്ടിയിട്ടുണ്ട് കുഴച്ചിട്ട്. ഇനി അതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്ത് എല്ലാതും അതുപോലെ ആക്കിയെടുത്ത് ഇങ്ങനെ കൈകൊണ്ട് ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. ഇനി ഇതാ എല്ലാതും അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇഡ്ഡലി ചെമ്പാണ്, അതൊന്ന് സ്റ്റവിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മീതെ ഒന്ന് ഉരുട്ടി കൊടുക്കണത്. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഇറക്കി വെച്ച് ഒരു തട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മേലത്തെ അതിലേക്ക് എല്ലാതും ഇട്ട് കൊടുത്ത് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരമാണ് വേവിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാതും വെന്ത് കിട്ടി. അതൊന്ന് മാറ്റി വെക്കാം ചൂടാറാനായിട്ട്. ചൂടാറി കഴിഞ്ഞാലാണ് അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാതും കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല റെഡിയാക്കാം. ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സ്വല്പമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ഉണക്കമുളക് എടുത്ത് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതലായിട്ട് വഴറ്റിയെടുക്കണ്ട, ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ മുറിച്ച് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടില്ല, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിഞ്ഞതാണ്, അതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റണ്ട, ചെറുതായി വഴറ്റി എടുത്താൽ മതി. ഇങ്ങനെ കടിക്കണ പോലെ ആയി കിട്ടണം. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതും വഴറ്റി തക്കാളി ഒന്ന് വഴന്ന ശേഷം അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അതിൽ പിടിക്കില്ല. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കണില്ല, മാഗി ക്യൂബിൽ ഉപ്പിട്ടുണ്ടാവുമല്ലോ. ഒരല്ലി വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്വല്പം മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാല ഒക്കെ നന്നായി പിടിക്കുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്വല്പം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറുതായിട്ട് വെള്ളം നനവ് പോലെ വേണമെന്നെങ്കിലാണ് അതിൽ എല്ലാതും പിടിക്കുള്ളൂ. അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. വെള്ളം ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച ശേഷം അതിലേക്ക് ആ ആവിയിൽ വേവിച്ച ആ ബോൾസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൽ മസാല എല്ലാം പിടിക്കുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി അത്
ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, മസാല എല്ലാം നന്നായിട്ട് അതിൽ പിടിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് വെക്കുന്നുണ്ട്. നല്ല രുചിയാണ്. എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മല്ലിച്ചപ്പും ആ മസാലയും ഒക്കെ കൂടിയിട്ട് കൂട്ടി കഴിക്കണം. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.